UDFിന്റെ പ്രചാരണം അങ്ങനെ കൊഴുക്കുകയാണ്. നമുക്കൊപ്പം ഉള്ളത് നജീബ് കാന്തപുരം MLA ആണ്. വലിയ രീതിയിലുള്ള പ്രചാരണമാണ്. അതേസമയത്ത് CPM പറയുന്നത് ലീഗും കോൺഗ്രസും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങളെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും എന്താണ് അതിൻ്റെ ഒരു നിജസ്ഥിതി? വലിയ പ്രശ്നമുണ്ട്. ലീഗും കോൺഗ്രസും തമ്മിലുള്ള വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ വോട്ട് ലീഗ് കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കണം എന്നതാണ് ഞങ്ങളുടെ വാശി. ഇത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. ഇത് മലപ്പുറം ജില്ലയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ വാശിയിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം കൂട്ടുക എന്നതാണ് ഞങ്ങളുടെ പ്രശ്നം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ CPMന് ഒരു വാദമുഖം പോലും ഉയർത്താൻ കഴിയാതെ അവർക്ക് അതീവ ദുർബലമായി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കെട്ടുകെട്ടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ച് ഒരു സ്വതന്ത്രനെ പോലും കിട്ടാതെ ആ പരിഭവത്തിൽ ഇവിടെ പാർട്ടി ചിഹ്നത്തിലേക്ക് വരേണ്ട ഗതികേട് വന്ന പാർട്ടിയാണ്. ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് എത്രമാത്രം ജനങ്ങൾ പിന്തുണ നൽകിയോ ആ വോട്ടിംഗ് പാറ്റേണിലേക്ക് നിലമ്പൂർ മാറും. മാത്രമല്ല, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ഞങ്ങളുടെ മുന്നണി നേതാക്കളും പ്രവർത്തകരും മാത്രമല്ല, കേരള ജനതയാണ്. അതുകൊണ്ട് നിലമ്പൂരിലെ സാധാരണക്കാരായ ഇടതുപക്ഷ പ്രവർത്തകരുടെ പോലും പിന്തുണ ഞങ്ങൾക്കുണ്ട്. കാരണം അവർക്ക് അവരുടെ നേതാവിനെ നഷ്ടപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം പിണറായി വിജയൻ ഏത് ആശയത്തിന് വേണ്ടിയാണോ ജനങ്ങളോട് സംസാരിച്ചിരുന്നത് ആ ആശയത്തിൻ്റെ അന്ത്യകൂദാശ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അദ്ദേഹം ആർക്കു വേണ്ടി നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയുടെ തലപ്പത്താണോ നിൽക്കുന്നത്, ആ ജനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ ജനങ്ങളുടെ പ്രതിഷേധം, അതിനേക്കാളൊക്കെ അപ്പുറത്ത് BJPക്ക് വേണ്ടി ഇത്രയേറെ ജോലി ചെയ്യുന്ന ഒരു CPM നേതാവ് നമുക്ക് വേറെ കാണാൻ കഴിയില്ല. കാരണം BJP ഒരു ഭാരവാഹി കാണിക്കുന്ന ആത്മാർത്ഥതയേക്കാൾ BJP ഉയർത്തുന്ന വർഗീയ രാഷ്ട്രീയത്തിന് വേണ്ടി നിലപാടെടുത്ത് നിലകൊള്ളുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ട് എന്നതാണ് കേരളം കാണുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ആംഗിൾ. നമുക്കറിയാം, ഇപ്പോൾ M സ്വരാജ് അദ്ദേഹം ഒരു മലപ്പുറത്തുകാരനാണല്ലോ. പിണറായി വിജയൻ അതെ ഞാൻ പറയട്ടെ, മലപ്പുറത്തുകാരനാണല്ലോ. മലപ്പുറം ജില്ലക്കെതിരെ ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രി ഇത്തരമൊരു ഒരു മുഖ്യമന്ത്രിക്കല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ പൊതുപ്രവർത്തകനോ ചേരാത്ത വിധത്തിൽ അദ്ദേഹം മലപ്പുറം ജില്ല എന്ന കേരള സംസ്ഥാനത്തെ ഒരു ജില്ലയെ ഒറ്റുകൊടുക്കുമ്പോൾ മലപ്പുറം ജില്ലക്കാരനായിരുന്ന M സ്വരാജ് എവിടെയായിരുന്നു? അപ്പോൾ M സ്വരാജ് പിണറായി വിജയൻ്റെ D കമ്പനിയിലെ ഒരു ടൂള് മാത്രമാണ്, ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. അപ്പം ഞങ്ങൾ ഈ പൊതുജനങ്ങൾ കേരളത്തിൽ കാണുന്നത് M സ്വരാജിനെ പിണറായി വിജയൻ്റെ ഒരു ഓഫീസറായിട്ടാണ്. അതുകൊണ്ട് M സ്വരാജിനെതിരായിട്ട് നമ്മൾ കൊടുക്കുന്ന ഓരോ വോട്ടും പിണറായി വിജയൻ എന്ന് പറയുന്ന മുതലാളിക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമായി ജനം കാണുന്ന തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ മാനം വളരെ വലുതാണ്. ഒരു നയവ്യതിയാനത്തിനെതിരെ ഇടതുപക്ഷക്കാർ വോട്ട് ചെയ്യുന്ന ഐക്യജനാധിപത്യ മുന്നണിയെ സഹായിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി നിലമ്പൂരിലെ ഇടതുപക്ഷക്കാരടക്കം വോട്ട് ചെയ്തത്, അതുപോലെ ഇടതുപക്ഷത്തുള്ള ആളുകൾ കൂടി ഈ പിണറായിസത്തിനെതിരായിട്ട് വോട്ട് ചെയ്യും. അതിൻ്റെ ഏറ്റവും നല്ല കുന്തമുനയായി നിൽക്കുന്ന സ്വരാജിനെതിരായിട്ട് വോട്ട് ചെയ്യും. ഗോവിന്ദമാഷ് പറഞ്ഞത് കേരളം കണ്ട ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് M സ്വരാജ് എന്നുള്ളതാണ്. ശരിയാണ്, പിണറായി വിജയൻ്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി സ്വരാജാണ്. അതാണ് ഞങ്ങൾ പറയുന്ന കാര്യം. പിണറായി വിജയൻ VSനെതിരെ യുദ്ധം നടത്തിയ കാലത്ത് പിണറായി വിജയൻ്റെ കയ്യാൾപ്പണി എടുക്കുകയായിരുന്നു M സ്വരാജ്. അന്ന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നടപ്പാക്കിയ ആൾ, ആവശ്യപ്പെട്ട ആൾ സ്വരാജും നടപ്പാക്കിയ ആൾ പിണറായിയുമാണ്. അതേ പിണറായി വിജയന് വേണ്ടിയാണ് ഒരു സ്വതന്ത്രനെ ഇവിടെ കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം സ്വന്തം രക്തസാക്ഷിത്വത്തിന് വേണ്ടി നിലമ്പൂരിലേക്ക് വന്നത്. അത് അദ്ദേഹം പിണറായിക്ക് വഴങ്ങി വന്നതാണ്. കാരണം പിണറായിക്ക് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കഴിഞ്ഞ 2 ടേമിലായിട്ട് നിലമ്പൂരിൽ എന്തുകൊണ്ടാണ് അവർ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാത്തത്? നിലമ്പൂർ UDFിൻ്റെ ഉറച്ച കോട്ടയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് മത്സരിക്കാത്തത്. ആ മത്സരിക്കാത്ത സാഹചര്യത്തിൽ ഈ 3ാം തവണയും ഒരു സ്വതന്ത്രനെ കിട്ടുമോ എന്ന് അവസാന നിമിഷം വരെ അവർ പരതിയതാണ്. സ്വതന്ത്രനെ കിട്ടാതെ ദരിദ്രനായ പിണറായിക്ക് വേണ്ടി ബലി കൊടുക്കാൻ കിട്ടിയ കുട്ടിയാണ് M സ്വരാജ്. അതായത് സ്വരാജിനെ സത്യം പറഞ്ഞാൽ കരുവാക്കുകയാണ്. ഉറപ്പായിട്ടും സ്വരാജ് പിണറായിക്ക് വേണ്ടി രക്തസാക്ഷിയാവുകയാണ്. പിണറായിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. പിണറായിക്ക് വേണ്ടിയാണ് അദ്ദേഹം എന്നും ജോലി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു പിണറായിസത്തിനെ തളക്കാൻ, കേരളത്തിലെ ജനാധിപത്യ ബോധമുള്ള മനുഷ്യരുടെ ജനാധിപത്യ മോഹത്തെ വിജയിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത്. അതൊക്കെ പറയുമ്പോഴേ ഈ മണ്ഡലത്തിൽ ഒരു അൻവർ എഫക്റ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, അൻവർ എഫക്റ്റ് ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയത്തെ
ആ രാഷ്ട്രീയത്തെ തന്നെയാണല്ലോ ഞങ്ങളും ആവർത്തിക്കുന്നത്. അൻവർ എങ്ങനെയാണ് ആ ഒരു മുന്നണിയിൽ നിന്ന് ഇറങ്ങിപ്പോരാനുണ്ടായ സാഹചര്യം? ആ സാഹചര്യം അവിടുത്തെ ചീഞ്ഞളിഞ്ഞ വളരെ വളരെ അവിടുന്ന് പൊട്ടിത്തെറിയിലേക്ക് എത്തിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് രാഷ്ട്രീയം പറഞ്ഞ ആളാണ് അൻവർ. അതുകൊണ്ട് അൻവർ ഉയർത്തിയ ആ പ്രശ്നങ്ങളെ അൻവർ ഉയർത്തിയതുപോലെ UDF ആണ് അതിനു മുമ്പും ഉയർത്തിയിട്ടുണ്ട്. UDF ഉയർത്തിയ കാലത്ത് എന്തുകൊണ്ട് ശ്രദ്ധ കിട്ടാതെ പോയി? സ്വാഭാവികമായും ഞങ്ങൾ പ്രതിപക്ഷവും ഭരണപക്ഷം പിണറായിയുമാണ്. അൻവർ ഉയർത്തിയപ്പോൾ എങ്ങനെ ശ്രദ്ധ വന്നു? അത് ഭരണപക്ഷത്തു നിന്നുള്ള ഒരു MLA ഇത് ഉയർത്തുമ്പോൾ സ്വാഭാവികമായും അനിതര സാധാരണമായൊരു സംഭവമായി അതിനെ കാണും. ആ അനിതര സാധാരണമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ അൻവർ പ്രധാനം തന്നെയാണ്. പക്ഷേ വോട്ട് ഇവിടെ ആര്യാടൻ ഷൗക്കത്തിനാണ്. കാരണം എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യം, ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമ്പോൾ മാത്രമേ പിണറായിസം അവസാനിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ബുദ്ധിപരമായി ചിന്തിക്കുന്ന എല്ലാവരുടെയും വോട്ട്, ഇമോഷണലായി ചിന്തിക്കുന്ന ആളുകളുടെ കൂടി വോട്ട് ആര്യാടൻ ഷൗക്കത്തിന് ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണെന്ന് യാതൊരു സംശയവും. ഈ അൻവറിൻ്റെ വോട്ട് അത് ആർക്കാണ്, ആരെയാണ് ബാധിക്കുക? ഗുണം ചെയ്യുന്നത് അപ്പുറത്ത് ആരെയാണ് ബാധിക്കുക? അല്ല, ഞാൻ പറയട്ടെ, അൻവറിൻ്റെ വോട്ട് ആരെയാണ് ബാധിക്കുക എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാവും. ഞങ്ങൾക്കൊരു ഉറച്ച ബോധ്യമുണ്ട്. ഇവിടെ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിന് സമാനമായ ഒരു വിജയം, ഒരു 50,000 വോട്ടിലേറെയുള്ള ഒരു വിജയപ്രതീക്ഷയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങളുടെ ഗ്രൗണ്ട് വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മീഡിയ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ എല്ലാ പോയിന്റിലും ബൂത്തിലും ഞങ്ങളുടെ പ്രവർത്തകർ കാണിക്കുന്ന അത്യുത്സാഹമുണ്ട്. അത് കേവലം നിലമ്പൂർ ജയിക്കാൻ മാത്രമല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അത് കേരളത്തെ ജയിപ്പിക്കാനുള്ള ഒരു പണിയാണ്. ആ പണിയുടെ ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ തെരഞ്ഞെടുപ്പ് വീര്യം. ഞങ്ങൾ അതിൽ അതിശക്തമായി ജയിക്കുക തന്നെ. അവസാനമായിട്ട്, അതായത് അൻവർ തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് തള്ളിയിരിക്കുന്നു. അൻവർ ആദ്യമായിട്ടല്ല മത്സരിക്കുന്നത്. അൻവറിനറിയാം ഒരു നാഷണൽ പാർട്ടി സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കുമ്പം എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നുള്ളത്. നിലവിലിപ്പം അൻവർ സ്വതന്ത്രനാണ്. ആ സ്വതന്ത്രൻ എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു കുരുക്കുണ്ടോ, അല്ലെങ്കിൽ അൻവർ അത് ബോധപൂർവം ചെയ്തതാണോ, അതിനുള്ളിൽ എന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടോ? പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇപ്പം വീണ്ടും ഉടലെടുത്തിട്ടുണ്ട്. അൻവറിൻ്റെ ആ നീക്കത്തെ, അൻവറിൻ്റെ എല്ലാ നീക്കവും നിങ്ങൾ കാണുന്നതല്ലേ. അൻവറിൻ്റെ നീക്കത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ, ഞങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാനും കഴിയില്ല. അൻവർ എങ്ങനെയും നീങ്ങട്ടെ. ഞങ്ങൾ അൻവർ ഉയർത്തിയ രാഷ്ട്രീയം പ്രസക്തമാണ് എന്ന് ഞങ്ങൾ പറയുന്നത്. അൻവർ ഉയർത്തിയ രാഷ്ട്രീയം തന്നെ വിജയിക്കണമെങ്കിൽ വോട്ട് ആർക്ക് ചെയ്യണം? ആര്യാടൻ ഷൗക്കത്തിന് ചെയ്യണം. അതാണ് ഞങ്ങളുടെ പോയിന്റ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ വോട്ടർമാർ നല്ല പ്രബുദ്ധരാണ്, നല്ല രാഷ്ട്രീയ ബോധ്യമുള്ളവരാണ്. ആ രാഷ്ട്രീയ ബോധ്യമാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകമാകുക. എന്തായാലും അൻവർ ഉയർത്തിയ രാഷ്ട്രീയം അതാണ് മണ്ഡലത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. പക്ഷേ പിണറായി സത്തെ തോൽപ്പിക്കണമെങ്കിൽ അത് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്താൽ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് MLA. എന്തായാലും പ്രചരണം പുരോഗമിക്കുകയാണ്. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 നിലമ്പൂർ.